ഇത് 2021 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന കുഷാക്ക്. മോഡൽ വേരിയന്റ് വരുന്നത് ഏതാ? HTX ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക്കാ. പെട്രോൾ ഓട്ടോമാറ്റിക്. വാറണ്ടി ഉണ്ടോ? ഇപ്പോൾ കറന്റ് വാറണ്ടിയിലാണോ? അണ്ടർ വാറണ്ടി ഉള്ള വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഇന്റീരിയർ ആയാലും എല്ലാം നമുക്ക് ഒരു 90% ലോങ് കയറും. 100% കയറുന്ന ഏതാ വണ്ടി ഉണ്ടോ അവിടെ? ഡീസലില് മാനുവൽ. ഡീസൽ മാനുവൽ വരും. ഡീസൽ മാനുവൽ. അലോയ് വീൽസ് അഡീഷണൽ ചെയ്തതാണ്. ഫാൻസി നമ്പർ ആണ് വരുന്നത്. അതെ അതെ. മെജോറിറ്റി കാർസും ഈ ഒരു SUV കാറ്റഗറിയിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണത് ക്രെറ്റ, സെൽറ്റോസ്, MG, ഹാരിയർ. അതെപ്പോൾ എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവും. MGന്റെ ഹെക്ടർ വേണമെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്യുക. ക്യാപ്സിൽ. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം ക്യാപ്സിലാണ്. ക്യാപ്സിൽ ഒരുപാട് യൂസ്ഡ് കാറിന്റെ കളക്ഷൻസ് സ്പോട്ടാണ്. എസ്പെഷ്യലി ഒരുപാട് SUVസിന്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ സ്പോട്ടാണ്. ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് തിരുവണ്ണൂർ മിനി ബൈപ്പാസ് റോഡിലാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ലെറ്റ്സ് റോളേ. അപ്പോൾ ക്യാപ്സിൽ ഇന്നത്തെ കാറിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് ഷാരോൺ തന്നെയാണ്. ഹായ്, വെൽക്കം. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയുടെ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ? എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടല്ലോ. പുതിയ വണ്ടികളൊക്കെ പോയി. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നമുക്ക് പോയിട്ടുണ്ട്. ഓക്കെ, സോൾഡ് ഔട്ട് ആയി. പിന്നെ യൂട്യൂബിൽ തന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ സെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുകളാണ്. ഇതിലിപ്പോ രണ്ടെണ്ണം പഴയതുള്ളൂ, പിന്നെ പുതിയ സ്റ്റോക്കാണ്. അതെ അല്ലേ? ഓക്കെ. പുതിയ വർഷമായിട്ട് എന്തെങ്കിലും പുതിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? നമ്മൾ ഓൾറെഡി ഓഫേഴ്സിലാണല്ലോ കൊടുക്കുന്നത്. നമ്മൾ 1 ഇയർ ബൈ ബാക്ക് ഗ്യാരണ്ടി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റോഡ് സൈഡ് അസിസ്റ്റ് ഉണ്ട്. നമ്മൾ എഞ്ചിൻ ഗിയർ ബോക്സിനും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പൊതുവെ കുറവാണോ? നമ്മൾ ഇയർ മാറിയതിന് ശേഷം നമ്മൾ കുറച്ചിട്ടുണ്ട്. ആ ഒരു ഇതിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പ്രൈസും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു സ്കോഡന്റെ കുഷാക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് അതിൽ തന്നെ തുടങ്ങിയാലോ? ആയിക്കോട്ടെ. സ്കോഡന്റെ കുഷാക്ക് ഇത് ഏതാ മോഡല്? ഇത് 2021 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന കുഷാക്ക്. 22 രജിസ്ട്രേഷൻ വരുന്ന കുഷാക്ക്. വേരിയന്റ് വരുന്നത് അംബിഷൻ ആണ് വരുന്നത്. ഓക്കെ. എങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഇത് സിംഗിൾ ഓണർ ആണ്. 18,000 കിലോമീറ്റർ ആണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 18,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. പെട്രോൾ തന്നെയല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ വരുന്നത്. ഓക്കെ. പിന്നെ എന്താ റീപ്ലേസ്മെന്റ് കാര്യങ്ങളുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. പക്ക ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടെടുക്കാൻ പറ്റിയ സ്കോഡേൻ്റെ നല്ലൊരു വെഹിക്കിളും കൂടിയാണ് കുഷാക്ക് എന്ന് പറയുന്നത്. 5 സീറ്റർ ആയിട്ടുള്ള നല്ലൊരു വെഹിക്കിളും കൂടിയാണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറും കൂടിയാണ്, റെഡ് കളർ എന്ന് പറയുമ്പോൾ. എങ്ങനെയാ അപ്പോൾ അതിന്റെ ആസ്കിംഗ് പ്രൈസ്? നമ്മൾ ചോദിക്കുന്നത് 13,900 ആണ്. 13,900 നെഗോഷ്യബിൾ ആണ് പ്രൈസ് അല്ലാതെ. ഓക്കെ. അതിൽ നമുക്ക് ലോൺ ആണെങ്കിൽ ഏകദേശം എത്ര കയറാൻ ചാൻസ് ഉണ്ട്? നമുക്ക് 85 to 90% വരെ ലോൺ കയറും. നല്ല പ്രൊഫൈലും നല്ല ട്രാക്കുള്ള കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ 90 വരെ ലോൺ കയറും വണ്ടി. ഓക്കെ. അടുത്ത കിയാന്റെ സെൽറ്റോസ്. ഇതേതാ മോഡല്? ഇത് 2020 മോഡൽ. 2020 മോഡൽ. വേരിയന്റ് വരുന്നത് ഏതാ? HTX ആണ് വരുന്നത്. ഓക്കെ. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. HTXൽ മാനുവൽ ആണ് വരുന്നത്. പെട്രോൾ മാനുവൽ വരുന്നത്. അതിനെന്തെങ്കിലും റീപ്ലേസ്മെന്റോ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്ക തന്നെയാണ്. വാറണ്ടി ഉണ്ടോ? ഇപ്പോൾ കറന്റ് വാറണ്ടിയിലാണോ? അണ്ടർ വാറണ്ടി ഉള്ള വണ്ടി. വാറണ്ടിയിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഇന്റീരിയർ ആയാലും ഓക്കെ. ഇതിനിപ്പോൾ എങ്ങനെയാണ് ആസ്കിംഗ് പ്രൈസ്? നമ്മളിത് 13,400 ചോദിക്കണത്. 13,400 അല്ലേ? നെഗോഷ്യബിൾ ആണ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. ആകെ 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 37,000 ചോദിക്കാം. 35,000 കിലോമീറ്റേഴ്സ് അല്ലേ? ഓക്കെ. കുഴപ്പമില്ല. എന്നാലും 35,000 എന്ന് പറയുന്നത് വലിയൊരു ഓട്ടമല്ല. 35,000 കിലോമീറ്റേഴ്സ് ഓടിയ നല്ലൊരു കിയാന്റെ സെൽറ്റോസ് ഇവിടെ അവൈലബിൾ ആണ്. അടുത്ത ഹുണ്ടായിന്റെ ക്രെറ്റ അല്ലേ? ഇതിപ്പോൾ ഏതാ മോഡല്? ഇത് 2020 മോഡൽ 21 രജിസ്ട്രേഷൻ ആണ് വണ്ടി. 21 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. വേരിയന്റ് SX ഓപ്ഷൻ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നത്. വെന്റിലേഷൻ സീറ്റും പനോരമിക് സൺറൂഫ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓണർഷിപ്പ് എങ്ങനെ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിനും പക്ക ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതിനാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഉണ്ട്. ബോണറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഓക്കെ. ഹിസ്റ്ററിയിലേക്ക് കയറിയല്ല? ഹിസ്റ്ററിയിലാണ്. നോക്കിയാൽ കിട്ടും. ടയറിന്റെ കണ്ടീഷൻ ആയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊഫൈൽ. ടയറുകളാണ്. എത്ര ഓടിയുണ്ട്? ഇത് 23,000 കിലോമീറ്റേഴ്സ് ഓടി. ഇതിലിപ്പോൾ എങ്ങനെ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്? നമ്മൾ 16,65 ചോദിക്കണത്. 16,65 നെഗോഷ്യബിൾ അല്ല? നെഗോഷ്യബിൾ ആണ്. ഇല്ലേ നമുക്ക് ലോൺ ഏകദേശം എത്ര കയറും? എല്ലാം നമുക്ക് ഒരു 90% ലോൺ കയറും. 100% കയറുന്ന ഏതാ വണ്ടി ഉണ്ടോ അവിടെ? ഇപ്പൊ ഇല്ല. നമ്മുടെ ഒരു ബലാന ഉണ്ടായിരുന്നു, അത് 100% ലോൺ കയറുന്നത്. അത് സെയിലായി, സോൾഡ് ഔട്ട് ആയി. ഓക്കെ.
ഇപ്പോഴുള്ള എല്ലാം ഓൾമോസ്റ്റ് 90ന്റെ അടുത്ത് കിട്ടുന്ന നമുക്ക് നല്ല പ്രൊഫൈലും ട്രാക്കൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് 90% സുഖമായിട്ട് കയറുന്ന ഒരു വണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത MGന്റെ കളക്ഷനിലേക്ക് വന്നില്ലേ? ഇതിപ്പോ ഏതാണ്? ഹെക്ടറാ? ഇത് ഹെക്ടർ. MGന്റെ ഹെക്ടർ ഏതാ മോഡല്? 2020 മോഡൽ. 2020 മോഡൽ. ഓക്കെ. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള ഷാർപ്പാണ് വരുന്നത്. ഡീസലില് മാനുവൽ. ഡീസൽ മാനുവൽ വരും. ഡീസൽ മാനുവൽ 2020 മോഡൽ. ഓക്കെ. ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെയാ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഇതെല്ലാം പക്ക ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടി. കിലോമീറ്റേഴ്സ് എത്ര ഓടി? 35,000 കിലോമീറ്റേഴ്സ് ഓടി. എങ്ങനെയാ ഇപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ 15.5 ചോദിക്കണത്. 15.5. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ വേറൊരു MG കൂടി കാണുന്നുണ്ട്. ഇത് പക്ഷെ പെട്രോളാണ്. കളർ സെയിം ആണ്. പെട്രോളാണ്. ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഡീസൽ മാനുവൽ ആയിരുന്നു. ഇപ്പൊ അതൊരു പെട്രോൾ ഓട്ടോമാറ്റിക്, അതും വൈറ്റ് കളർ തന്നെ. ഏതാ മോഡല്? ഇത് 2019 മോഡൽ. 19 മോഡലാണ് വരുന്നത്. ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെ? സിംഗിൾ ഓണർഷിപ്പ്. ഇതും സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഓക്കെ. ഇതിന് എന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ 70,000 ഓടിയിട്ടുണ്ട്. 70,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പ്രൈസിൽ എന്തായാലും ഒരു വ്യത്യാസം കാണുമല്ലോ. നമ്മൾ ചോദിക്കുന്നത് 13,900 ആണ്. 13,900. ഇതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു? ഇതിന്റെ 15.5. 15.5 ചോദിക്കുന്നത്. ഓക്കെ. ഇതിന്റെ 13,900. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കാണുന്നുണ്ടല്ലോ. ഇത് 2021 ആണ്. 2021. ഓക്കെ. 2001. ഇതേതാ? ഓട്ടോമാറ്റിക് മാനുവലോ? ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എങ്ങനെയാ? സിംഗിൾ ഓണർഷിപ്പ്. 18,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 18,000. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ആയിട്ട് മാനേജ് ചെയ്ത് നല്ല വണ്ടി. ഇതിനിപ്പോ എങ്ങനെ ആസ്കിംഗ് പ്രൈസ്? ഇതിന് നമ്മൾ 15.5 ചോദിക്കണത്. 15.5. അതിൽ നമുക്ക് ഏകദേശം ലോൺ ഒരു 90% അടുത്ത് ലോണും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല. ഓക്കെ. അപ്പൊ MGന്റെ ഹെക്ടർ ഒരുപാടുണ്ട് കളക്ഷൻസ് തന്നെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ കാണിച്ചത് ഡീസൽ കാണിച്ചു, ഡീസൽ മാനുവൽ കാണിച്ചു, പിന്നെ 2 ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക് കാണിച്ചു, 2 വൈറ്റും ഒരു ബ്ലാക്കും. കിലോമീറ്റേഴ്സ് മാത്രം ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. മോഡലും ചെറിയൊരു വ്യത്യാസം. 2020, 2019 അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. അപ്പോൾ MGന്റെ ഹെക്ടർ വേണമെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്യുക. ക്യാപ്സിൽ. അടുത്ത കഴിഞ്ഞപ്പോൾ കിയാന്റെ സോണറ്റ് അല്ലേ? സബ് കോമ്പാക്ട് SUV. കോമ്പാക്ട് SUV വരുന്ന ഒരു വണ്ടി. ഏതാ മോഡല്? ഇത് 2020 മോഡൽ. 21 രജിസ്ട്രേഷൻ വരുന്നത്. 21 രജിസ്ട്രേഷൻ വരുന്ന സൺറൂഫ് ഒക്കെ ഉള്ള ഏതാ വരുന്നത്? HTX ആണ് വരുന്നത്. ഓക്കെ. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റ് കവർ അഡീഷണൽ ചെയ്തല്ല? അഡീഷണൽ ചെയ്താണ്. ഓക്കെ. അങ്ങനെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റേഴ്സ് എങ്ങനെയാണ്? 29,000 കിലോമീറ്റർ കൊണ്ട് ഓടിക്കണം. 29,000. ഇത് IMT ആണ് വരുന്നത്. IMT വരുന്നതല്ലേ? അലോയ് വീൽസ് അഡീഷണൽ ചെയ്തതാണ്. ഇതിൽ അലോയ് വരുന്നുണ്ട്, പക്ഷേ ഇവര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അലോയ് വീൽസ്, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? നമ്മളിതൊരു 10.35 ചോദിക്കണം. 10.35. ഇതിൽ എന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ 10.35. ഓക്കെ. അതിലുമ്പോ എന്തായാലും 90% ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അടുത്തേതാണ്? ഇത് 2022 ക്രെറ്റ. 2022 മോഡൽ ക്രെറ്റ വരുന്നത്. SX വേരിയന്റ്. SX ആണ് വരുന്നത്. ഓണർഷിപ്പ് എങ്ങനെയാ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള. എന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇതിൽ? ഇല്ല. ഇതിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഓക്കെ. എല്ലാം പക്ക. ഇതിന് എങ്ങനെ കിലോമീറ്റേഴ്സ് എങ്ങനെ ഓടി? 21,000 കിലോമീറ്റേഴ്സ് ഓടിയ വണ്ടിയാണ്. ഓക്കെ. എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്? 16.90 ചോദിക്കണത്. 16.90. ഓക്കെ. അതിൽ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് പ്രൈസ്. അടുത്ത ടൊയോട്ടന്റെ ഫോർച്യൂണർ അല്ലേ? 4x4. ഏതാ മോഡല്? ഇത് സിഗ്മ 2019 വണ്ടി. 2019 സിഗ്മ വരുന്ന വേരിയന്റ് വരുന്നത്. ഓക്കെ. ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. എങ്ങനെ ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് തന്നെ. എന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതിന്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ്. ഹിസ്റ്ററി ഉള്ളതിനാണോ? ഹിസ്റ്ററി ഉള്ളതാണ്. സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പക്ക കമ്പനി സർവീസ്. പക്ക നല്ല രീതിയിൽ തന്നെ. 80,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. ഓക്കെ. 80,000. ഓക്കെ. അഡീഷണൽ ആയിട്ട് എന്താ ചെയ്തിട്ടുണ്ടോ? അഡീഷണൽ ആയിട്ട് ക്രോമിന്റെ കുറച്ച് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? നമ്മള് 39,000 ചോദിക്കണത്. 39,000. ഓക്കെ. അതിൽ ചെറിയൊരു നെഗോഷിയേഷൻ നെഗോഷ്യബിൾ ആണ് പ്രൈസ്. ഒരു 30+ എന്തായാലും ലോണും കയറുമല്ലോ അല്ലേ?
നല്ലൊരു വണ്ടിയാണ്, ലോങ് ഒക്കെ പോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയും കൂടിയാണ്. ഫാൻസി നമ്പർ ആണ് വരുന്നത്. അതെ അതെ. ഓക്കെ, അടുത്ത ഒരു സ്കോഡന്റെ വേറൊരു കുഷാക്കല്ല. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2021 മോഡൽ, 22 രജിസ്ട്രേഷൻ. 21 മോഡൽ, 22 രജിസ്ട്രേഷൻ വരുന്നത്. വേരിയന്റ് ഏതാ വരുന്നത്? ഇത് അംബിഷൻ തന്നെ. അംബിഷൻ തന്നെയാണ്. ഓക്കെ, മാനുവൽ ആണ്. മാനുവൽ ആണ്. ഓക്കെ, മാനുവൽ വരുന്നത്. എത്ര കിലോമീറ്റേഴ്സ് എങ്ങനെയാ? ഇത് 60,000 കിലോമീറ്റർ ഓടി. 60,000 കിലോമീറ്റേഴ്സ് ഓടി. സെക്കൻഡ് ഓണർ ആണ്. ഇപ്പോൾ ഉള്ളത് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, എങ്ങനെയാണ് ഇപ്പോൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ? എന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഹിസ്റ്ററിലാണ്, കമ്പനി ഹിസ്റ്ററി നമുക്ക്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. ഇതും വാറണ്ടി തന്നെയാണോ അല്ലെങ്കിൽ? ഇത് നമുക്ക് ചെക്ക് ചെയ്യണ്ടേ. ആ വാറണ്ടിയില്ല, 2022 അല്ലേ, 24 ഓക്കെ, വാറണ്ടി തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ കുഷാക്കിന് പ്രോപ്പറായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വീണ്ടും ഒരു റെഡ് കളർ തന്നെ അല്ലേ കുഷാക്ക്? ഇതിനിപ്പോൾ എങ്ങനെ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്? ഇത് നമുക്ക് 1190 നമ്മൾ ചോദിക്കണത്. 1190. അതിൽ നെഗോഷ്യബിൾ അല്ല? നെഗോഷ്യബിൾ ആണ്. അതിൽ ലോൺ ഏകദേശം ഒരു 11ന്റെ അടുത്ത് കിട്ടും. ക്ലോസ് ആയിട്ട് ഒരു 11ന്റെ അടുത്ത് ലോൺ കയറുന്നൊരു വണ്ടിയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ 2 കുഷാക്ക് കാണിച്ചില്ല, സ്കോഡന്റെ 2 കുഷാക്ക് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഏതൊക്കെ മോഡൽസ് ഉള്ളത്? പിന്നെ കുഷാക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 തന്നെ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു ടൈഗൂൺ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു കോമ്പാക്ട് SUV ടൈപ്പിൽ പിന്നെ വെന്യൂ വരുന്നത്. കറന്റ് ഇപ്പം എത്ര സ്റ്റോക്ക് ഉണ്ട്? ടോട്ടൽ കാറുകളാണോ? നമുക്കൊരു 35 ഒക്കെ ഉണ്ടാകും. 35ന്റെ അടുത്ത് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മെജോറിറ്റി കാർസും ഈ ഒരു SUV കാറ്റഗറിയിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ക്രെറ്റ, സെൽറ്റോസ്, MG, ഹാരിയർ. അതെപ്പോഴും എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവും. വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. അതാ നമ്മള് മെജോറിറ്റി ഇവരെ വീഡിയോസിലൊക്കെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ MG ഉണ്ടാവും, അല്ലെങ്കിൽ ക്രെറ്റ ഉണ്ടാവും. ഇതൊക്കെ സ്ഥിരം എല്ലാ വീഡിയോസിലും ഉണ്ടാവുന്നതാണ്. അപ്പൊ സെയിം വണ്ടികളൊന്നും അല്ല, വണ്ടികൾ ഇങ്ങനെ മാറ്റുന്നുണ്ട്, മോഡൽസ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ വണ്ടികൾ ഇങ്ങനെ സോൾഡ് ഔട്ട് ആകുന്നതനുസരിച്ച് അവര് സെയിം മോഡൽസ് തന്നെയാണ് അധികം കളക്ട് ചെയ്യുന്നത്. ആ ഒരു സെഗ്മെന്റിലേക്കാണ് അധികം ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്താലോ? സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.